5 കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് PR വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം അതെല്ലാം ഇപ്പൊ വന്നിട്ടുള്ളവരുടെ ആയിട്ട് വലിയ തോതിലുള്ള പ്രചരണം നടത്തുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നാറുണ്ട്. പുതിയ കാലം പുതിയ കൊട്ടാരക്കര എന്ന് പറയുന്നത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, മനസാക്ഷി വേണം എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. 4 പതിറ്റാണ്ടോളം അടുക്കുന്ന ഒരു രാഷ്ട്രീയ ജീവിതമാണ്, രാഷ്ട്രീയവും പൊളിറ്റിക്കലുമായിട്ടുള്ള ജീവിതമാണ്. ഇപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് മാമിന് തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ 85 മുതൽ 86 ആദ്യം മുതലാണ് ഈ LLM കഴിഞ്ഞിട്ട് പ്രാക്ടീസ് തുടങ്ങി. അപ്പൊ ആ ഫുള്ളങ്ങ് പ്രാക്ടീസിലേക്ക് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്, ഫുൾ ടൈം. അപ്പൊ അങ്ങനെ 2000 ആണ്ടാവുമ്പോൾ ആണ് ഒരു ടേണിങ് വരുന്നത്. അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ വന്നു എന്ന് വെച്ചാൽ ഈ 85 86 കാലഘട്ടം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഓഫീസിലൊക്കെ ഉള്ളവരെ മഹിളാ അസോസിയേഷനിലൊക്കെ ഒന്ന് ചേരണം, പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കണം കുറച്ച്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല. കുറച്ചായപ്പോൾ എനിക്ക് കുറച്ച് ഫയലുകളൊക്കെ വന്നു തുടങ്ങി, കുട്ടികൾ ചെറുതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ ഈ പ്രാക്ടീസും ഈ പൊളിറ്റിക്സും കൂടെ കൊണ്ടുപോകാൻ പാടായിരുന്നു. എങ്കിലും സമയമുള്ളപ്പോൾ പോവാന്ന് വെച്ചാൽ അങ്ങനെ 90ലാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ മെമ്പർഷിപ്പിലേക്ക് വരുന്നുണ്ട്, വക്കീലന്മാരുടെ സംഘടനയാണ്. അത് കഴിഞ്ഞ് 91ലാണ് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്നു. അതോടൊപ്പം മഹിളാ അസോസിയേഷൻ എന്ന ഇടതുപക്ഷ സംഘടനയിൽ ചേർന്നിരുന്നു. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമില്ല, കാരണം കേസ് നോക്കണം, കുട്ടികളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കിട്ടുന്ന സമയത്താണ് ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തപ്പോൾ എന്നെ അങ്ങ് ജില്ലാ കമ്മിറ്റിയിലും അടുത്ത ജില്ലാ സമ്മേളനത്തിൽ അങ്ങനെയൊക്കെ വരികയൊക്കെ ചെയ്തു. അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ കുറച്ചൊരു വേഗത്തിലൊക്കെ വരാൻ പറ്റി. അങ്ങനെയൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ച് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമയമുള്ളപ്പം പ്രാക്ടീസ് കേസില്ലാത്തപ്പോഴും ഒക്കെ കമ്മിറ്റികൾ വന്നാലും ക്യാമ്പയിനുകൾ വന്നാലും ഇതിലൊക്കെ കുറച്ചൊക്കെ പങ്കെടുത്തുകൊണ്ടും ബാക്കി എൻ്റെ മക്കളുടെ കാര്യവും എൻ്റെ കേസ് കാര്യവും കക്ഷിക്കാരും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് ബാങ്കിൻ്റെ അഡ്വൈസറായി. ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ടിന്റെ കേസുകൾ ഉണ്ടായിരുന്നു, കുടുംബ കോടതി കേസുകൾ ധാരാളമായിട്ട് വന്നു. അങ്ങനെ ഫയലിന്റെ എണ്ണം കൂടിക്കൂടി വന്നു, ജോലിഭാരം കൂടി വന്നു. അപ്പൊ മറ്റേ പ്രവർത്തനം അത്ര കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ 2000 ആണ്ടില് ഇവിടെ ജില്ലാ ഡിവിഷൻ വനിതാ സംവരണമായി. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം അത്രയ്ക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. പിന്നെ ഞങ്ങളുടെയൊക്കെ ബ്രാഹ്മിൺസിന്റെ ഇടയിലൊക്കെ ഈ പാർട്ടി പ്രവർത്തനം പൊളിറ്റിക്സിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ വരിക എന്ന് പറഞ്ഞാൽ ഒട്ടും ഞങ്ങളുടെ കുടുംബങ്ങളിലൊന്നും അത്ര വലിയ അംഗീകരിക്കുന്ന കാര്യമല്ല. പക്ഷെ ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ടുള്ള സമയമുണ്ട് പൊക്കോളാൻ പറഞ്ഞുകൊണ്ടാണ് അത്രയും പോകാനും പറ്റിയത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2000 ആണ്ടില് ത്രിതല പഞ്ചായത്തിലെ ജില്ലാ ഡിവിഷൻ ഇവിടെ വനിതാ സംവരണമായി കൊട്ടാരക്കര. അപ്പോൾ ഓഫീസിൽ വന്നിട്ട് ചില നേതാക്കൾ പറഞ്ഞായിരുന്നു നമുക്ക് വനിതാ സംവരണമാണ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അപ്പം ഞാൻ അന്നേരം എനിക്ക് എൻ്റെ മനസ്സിൽ ചിന്തയിലില്ലല്ലോ. അപ്പോൾ അത് എനിക്ക് എങ്ങനെ പോസിബിൾ ആവും, എനിക്ക് കുട്ടികളുടെ കാര്യം നോക്കണം, കേസ് നോക്കണം, എന്ത് ചെയ്യാനൊക്കെ എന്നുള്ള ഒരു, ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോന്നതാ. അങ്ങനെ ചെയ്തപ്പോൾ പിറ്റേ ദിവസം ഹസ്ബൻഡുമായിട്ടൊക്കെ നല്ല പരിചയമുള്ള നേതാക്കളൊക്കെയാണ്, രാഘവ സഖാവ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ, അവരെല്ലാം കൂടി ഇവിടെ വന്നിട്ട് പറഞ്ഞു അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഈ പ്രാക്ടീസിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റും, എന്തായാലും ഒന്ന് സ്ഥാനാർത്ഥിയാക്കണം എന്നൊക്കെ പറയാം. അങ്ങനെ ഹസ്ബൻഡിനോടും എന്നോടും പറഞ്ഞു നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് അങ്ങ് സ്ഥാനാർത്ഥിയൊക്കെ ആക്കി. ഇതാണ് ആക്ച്വലി ഞാൻ കൂടുതൽ ഈ പാർട്ടിയിലേക്ക് വരാനുണ്ടായ ഒരു ടേണിംഗ് പോയിന്റ് അങ്ങനെയാണ്. അപ്പൊ സ്ഥാനാർത്ഥിയായി സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വോട്ട് ചോദിക്കാൻ പോലും ഒരു വലിയ അറിവില്ല. അതിനു മുമ്പൊക്കെ അസംബ്ലി ഇലക്ഷനൊക്കെ വരുമ്പോഴെല്ലാം 2-3 പ്രാവശ്യം ഞാനും ഒക്കെ പോവായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. ജോർജ് മാത്യു സഖാവ് നിൽക്കുമ്പോൾ 2 പ്രാവശ്യവും അതിന് ശേഷമൊക്കെ ഞാൻ വോട്ട് ചോദിക്കാനൊക്കെ അവരുടെ കൂടെ ഒക്കെ പോകുമായിരുന്നു എന്നുള്ളതേ ഉള്ളായിരുന്നു. അത് എനിക്ക് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആക്ച്വലി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോട്ട് ചോദിക്കാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതി ഒന്നും വലുതായിട്ട് പറയാൻ അറിഞ്ഞുകൂടായിരുന്നു. എന്തായാലും ശരി, ആ ക്യാമ്പയിനിൽ എല്ലാവരുടെയും കൂടെ പോയി, നമ്മുടെ പ്രവർത്തകരും പാർട്ടി നേതാക്കളും എല്ലാം ആയിട്ട് പോയി. 2.5 ഒരു അസംബ്ലി മണ്ഡലത്തിന്റെ പകുതി ഭാഗം വരും ജില്ലാ ഡിവിഷൻ. അങ്ങനെ എല്ലായിടത്തും ഒക്കെ കുറെ അധികം ഒക്കാവുന്ന പോലെ പോയി കഷ്ടിച്ച് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കഷ്ടിച്ചങ്ങ് ജയിച്ചു. ഓരോ ബൂത്ത് വണ്ണി വീണ്ടും റീകൗണ്ടിങ്, അങ്ങനെ അവസാനം പാതിരാത്രി വെളുപ്പാങ്കാലമായപ്പം 102 വോട്ടിന് കഷ്ടിച്ച് ജയിച്ചു അപ്പുറത്തേക്ക്. ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഒരു മത്സരം. അത് കഴിഞ്ഞപ്പോൾ അത് പിന്നെയും കേസായി, തർക്കമായി. അപ്പൊ ഒരുപാട് റീകൗണ്ടിങ് അനുവദിച്ചുകൊണ്ട് കളക്ടർ അത് അനുവദിക്കാൻ പാടില്ല പിന്നീട്, അങ്ങനെ അത് കേസായി.
അപ്പൊ ഐഷപൂറ്റി വേഴ്സസ് സെലക്ഷൻ കമ്മീഷന്റെ ഒരു റൂളിംഗ് ഇപ്പൊ പഠിക്കുന്നുണ്ട് പിള്ളേരൊക്കെ. റീകൗണ്ടിങ്ങിന്റെ ഒരു കേസ് തന്നെ വന്ന് ജില്ലാ കോടതി പോയി, ഹൈക്കോടതി പോയി, അപ്പീൽ പോയി, നിരവധി തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. എന്റെ ചെലവ് സഹിതം കേസും തള്ളി. അപ്പൊ അതിനിടയ്ക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അഭിഭാഷക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പഠിച്ചാൽ മതി, അത് അക്കാഡമിക്കലായിട്ട് നോക്കിയാൽ മതി, അതെല്ലാം നന്നായി പോയിക്കൊണ്ടിരുന്നതിന്റെ വേറൊരു രൂപമാണ് ഈ ജനപ്രതിനിധി. അപ്പൊ നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ കൊണ്ടുവന്ന് കുറേ നിവേദനങ്ങൾ തരും. ഞാനപ്പോ അതൊക്കെ വാങ്ങും. എനിക്ക് അന്നേരം അത് അവിടെ ചെന്നൊരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, അവർക്ക് കൊടുക്കും, ഉദ്യോഗസ്ഥർക്ക് കൊടുക്കും, അല്ലെ സെക്രട്ടറിക്ക് കൊടുക്കും. പക്ഷെ ഒരു ശകലം പോയപ്പോ എനിക്ക് മനസ്സിലായി ഇത് കടലാസ് അവിടെ കൊടുത്തിട്ട് കാര്യമില്ല എന്ന്. അപ്പൊ അത് ഒന്ന് വായിച്ചിട്ടങ്ങ് കൊടുക്കാതെ അത് ഇടപെട്ട് പോകണം. അപ്പൊ കുറേശ്ശെ എന്റെ പ്രാക്ടീസിനെ ബാധിക്കാൻ തുടങ്ങി ഇതിലെ. കാരണം ഇത് ജനങ്ങൾ വോട്ട് തന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളാകുമ്പോൾ ഞാൻ നാച്ചുറലി കുറേശ്ശെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാര്യങ്ങൾ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അപ്പൊ കോടതിയിലേക്ക് പോകുന്ന എണ്ണങ്ങൾ കുറഞ്ഞു വന്നു എന്നുള്ളൊരു സത്യമാണ്. എങ്കിലും കൂടുതലായിട്ട് ഈ ജനകീയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും അത് പഠിച്ച് മനസ്സിലാക്കി 2-3 മാസമായപ്പോൾ എല്ലാം പിക്ക് ചെയ്തെടുത്തു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പൊ 2.5 വർഷമായപ്പോഴാണ്, 2.25 വർഷം കഴിഞ്ഞപ്പോഴാണ് 2003 ഫെബ്രുവരി 18 ആ മറ്റേ ആദ്യത്തെ കാലാവധി CPIക്കായിരുന്നു. വനിതാ സംവരണമായിരുന്നു പ്രസിഡന്റും. അതിനുശേഷം അപ്പൊ എന്നെ പാർട്ടി പ്രസിഡന്റായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അത് പറഞ്ഞു. അങ്ങനെ 2003 ഫെബ്രുവരി 18 എൻ്റെ ഓർമ്മ പ്രസിഡന്റായിട്ട് ചാർജ് എടുത്തു. അപ്പോഴെന്റെ മുമ്പിൽ കുറേ പ്രതിസന്ധികളാണ്. കുടിവെള്ള പദ്ധതികൾ നീങ്ങാത്ത പ്രശ്നം, സാക്ഷരതാ, കുറേ ഫയലുകൾ, കുറേ നാളുകളായിട്ട് കിടക്കുന്ന ചുവപ്പ് നാടെ കിടക്കുന്ന ഫയലുകളും എല്ലാം വന്നു. അപ്പോഴത്തേക്ക് ഏകദേശം കോടതി സ്ഥിരം പോകുന്ന പൂർണ്ണമായിട്ട് നിന്ന് കേസുകൾ അങ്ങോട്ട് പറഞ്ഞു വിട്ട് ഞാൻ വക്കാലത്തൊപ്പിട്ട് ആക്കിക്കൊണ്ട് ഇതിലേക്ക് പൂർണ്ണമായിട്ട് തിരിഞ്ഞ് അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകളും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി ഉദ്യോഗസ്ഥരുടെയും നേതാക്കളുടെയും പാർട്ടിയിലും ഒക്കെ ഇടപെട്ടും എല്ലാവരുടെയും സഹായത്തോടെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിപ്പോയി. അത് കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും പ്രാക്ടീസ് തുടങ്ങുന്നതിന് പുതിയ വേറെ കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ബുക്കൊക്കെ വാങ്ങിച്ച് തുടങ്ങുമ്പോഴാണ് അന്നത്തെ പാർട്ടി, അന്ന് ഞാൻ ഉണ്ടായിരുന്ന പാർട്ടി എന്നോട് പറഞ്ഞു ജനറൽ സീറ്റാണ് അവിടെ മത്സരിക്കണമെന്ന്. എന്തായാലും ഇറങ്ങി. അപ്പൊ പിന്നെ അതങ്ങ് ചെയ്യാമെന്ന് വെച്ചു. അപ്പൊ പ്രസിഡന്റ് സ്ഥാനമൊക്കെ വനിതയൊന്നുമല്ല, SC ആയിരുന്നു അന്നേരം, SC സംവരണം പ്രസിഡന്റ്. അപ്പൊ രണ്ടാമത് പറഞ്ഞപ്പോ ഞാനങ്ങ് മത്സരിച്ചു. ആ ജില്ലാ ഡിവിഷനിൽ 9625 വോട്ടിന് ജയിച്ചു 102. തീർച്ചയായിട്ടും ആ ചെയ്തതിനെ ജനങ്ങൾ വില വെച്ച് കാണും. ഒരു തവണ കഷ്ടപ്പെട്ട് എല്ലാവരും പ്രവർത്തിച്ചേ പറ്റൂ. പിന്നെ നമ്മൾ പ്രവർത്തിച്ചാലേ ജനങ്ങൾ പിന്നെ നമ്മളെ നോക്കുകയുള്ളൂ. ജനങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയോണ്ട് മാത്രം പറ്റില്ലല്ലോ, ജനങ്ങൾ വിചാരിച്ചാലേ നമ്മൾ ജയിക്കും. അപ്പൊ അത്രയും കഠിനാധ്വാനം എല്ലാവരെയും ചേർത്ത് നിർത്തി ചെയ്തു. വീണ്ടും ജയിച്ചു വന്നു. 6 മാസമായപ്പോഴാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് 2006 വരുന്നത്. അപ്പം അന്നത്തെ പാർട്ടി, ഞാൻ അന്ന് ഉണ്ടായിരുന്ന പാർട്ടി എന്നോട് നേതാക്കൾ പറഞ്ഞു ബാലകൃഷ്ണപിള്ള സാറിനോട് മത്സരിക്കണം. ഇവിടെ 35 വർഷമായിട്ട് അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. നമുക്ക് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തോന്നി മത്സരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് വരെ എത്രയോ പേരെ മത്സരിച്ചിട്ടും ജയിക്കാൻ നമുക്ക് അന്ന് സാധിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഇറങ്ങി സ്ഥാനാർത്ഥിയാക്കി 12087 വോട്ടിന് ജയിച്ചു. അന്ന് ഈ ഡിവിഷനും അല്ല, വെട്ടിക്കവല വേലിലാവൂടുള്ള പൂർണ്ണമായിട്ട് ഏതാണ്ട് UDF മണ്ഡലമാണ്. UDFന് ഭയങ്കര മുൻതൂക്കമുള്ള മണ്ഡലമായിരുന്നു. പക്ഷെ ജനങ്ങൾ ജയിപ്പിച്ചു സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ. ഇവിടെ ഒരു ഫയർഫോഴ്സ് ഇല്ലായിരുന്നു കൊട്ടാരക്കര മണ്ഡലത്തില്. അതാദ്യം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്ത കോടതി 100 ആണ്ട് പഴക്കമുള്ള, മഴ പെയ്താൽ ചോരുന്നതായിരുന്നു ആ കോടതി. 4 കോടതികളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മുനിസിപ്പൽ കോടതി, സബ് കോടതി, മജിസ്ട്രേറ്റ് കോടതി 1, 2 അത്രയേ ഉള്ളായിരുന്നു. 4 കോടതി. പിന്നെ താലൂക്ക് ഓഫീസാണ് ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിലെ ട്രഷറി എല്ലാം അങ്ങനെയാണ്. അപ്പൊ ഒരു സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരുമോ എന്ന് എന്നോട് അന്ന് മീറ്റ് പ്രസ് ചോദിച്ചു. ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. കോടതി സമുച്ചയം ഉണ്ടാക്കണം, സ്ഥലം കണ്ടെത്തണം, റവന്യൂവിന്റെ സ്ഥലമാണിത്. കഠിനമായ ജോലി തുടങ്ങി. നിയമസഭയിൽ സബ്മിഷൻ ഇട്ട് ആദ്യം ഇട്ടത് കോടതി സമുച്ചയം തരണം എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ സ്ഥലം കൊടുക്കണം. 2007 ഏത് മാസമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, സ്ഥലം വിട്ട് കിട്ടി ഇറിഗേഷന്റെ. ഇന്ന് കോടതി സമുച്ചയം നിൽക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് 89 സെന്റ് 90 സെന്റിന് അടുത്തുള്ള സ്ഥലം വിട്ടുകിട്ടി. അത് വാങ്ങിച്ചെടുത്തു ഗവൺമെന്റ് ഓർഡർ അനുസരിച്ച്. അത് കഴിഞ്ഞ് നിയമസഭയിൽ സബ്മിഷൻ ഇട്ടാണ് അന്നത്തെ 5.25 കോടി എന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും അടങ്കൽ എസ്റ്റിമേറ്റ് എടുത്ത് കോടതി സമുച്ചയത്തിന് അനുവദിപ്പിച്ചു. പണി തുടങ്ങി. ആ ടേണിൽ ഇറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റിസ് ചലമേശ്വർ, അദ്ദേഹമായിരുന്നു ചീഫ് ജസ്റ്റിസ്, അദ്ദേഹത്തെ കൊണ്ടുവന്ന് അത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം നടത്തി. 5.25 കോടിയുടെ 5 നില കെട്ടിടം ഇന്ന് കാണുന്നത്. അത് ചെയ്യാനായിട്ട് സാധിച്ചു. ഫസ്റ്റ് ട്രെയിനിൽ തന്നെ
കുറേയധികം പ്രോജക്റ്റ്, സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കി, ഹൈസ്കൂളുകൾക്ക് ഒരു ബഹുനില കെട്ടിടങ്ങൾ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിനും ഉണ്ടാക്കി കൊടുത്തു, ഹയർ സെക്കൻഡറിക്ക്. അങ്ങനെ കുടിവെള്ള പദ്ധതികൾ നിരവധി ചെയ്തു, ലൈബ്രറികൾക്ക് കെട്ടിടങ്ങൾ, ഇങ്ങനെ കുറേയധികം പദ്ധതികളും എല്ലാം ചെയ്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണ മണ്ഡലമാക്കി, സമ്പൂർണ്ണ ലേണിംഗ് മണ്ഡലമാക്കി ഫസ്റ്റ് ടേണിൽ തന്നെ. ഈ മണ്ഡലത്തിലുള്ള മുഴുവൻ LP UP സ്കൂൾ മുതൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വരെ കമ്പ്യൂട്ടർ MLA ഫണ്ടിൽ നിന്ന് കൊടുത്തുകൊണ്ടാണ് അത് ചെയ്തത്. ഈ മണ്ഡലത്തിൽ ആകമാനം പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ആ ടേണിൽ പൂർത്തീകരിച്ചിട്ടാണ് ഒന്നാം ടേണ് കഴിഞ്ഞു. രണ്ടാം ടേണ് വന്നപ്പോൾ UDF ഗവൺമെന്റാ. അപ്പൊ ഞങ്ങൾ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. ആ സമയത്താണ് ഇവിടെ അസാപ്പ് എന്നൊരു നല്ല വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശ്രദ്ധേയമായ ഒരു പദ്ധതി വന്നു. അതായത് കുട്ടികൾക്ക് 100 മണിക്കൂർ വീതമുള്ള ട്രെയിനിങ് കൊടുക്കുക, ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ്, കമ്പ്യൂട്ടർ ട്രെയിനിങ്. അത് വലിയൊരു നല്ല ആശ്വാസകരം. അതായത് പിന്നോക്കാവസ്ഥയിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് പോലും സൗജന്യമായിട്ട് ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കാൻ, കമ്പ്യൂട്ടർ പഠിക്കാനുള്ള സൗജന്യ പരിശീലനമാണ് അസാപ്പ്. അന്ന് അബ്ദുറബ് മിനിസ്റ്റർ ഇരിക്കുമ്പോഴാണ് അത്. ഇവിടെ ആദ്യം ഒരു സ്കൂളിൽ തരുവുള്ളായിരുന്നു. അപ്പൊ ഞാൻ സബ്മിഷൻ കൊടുത്തു, അതായത് അപേക്ഷ കൊടുത്തിട്ട് പറഞ്ഞു എല്ലാ സ്കൂളിനും തരണം. വളരെ ഇഫക്റ്റീവ് ആയിരുന്നത്. അങ്ങനെ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളിലും അസാപ്പ് വരുത്തി, കുട്ടികളെയൊക്കെ ട്രെയിനേഴ്സിനെയൊക്കെ വെച്ചിട്ട് അത് വന്നു. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം, അതെല്ലാം ഇപ്പൊ വന്നിട്ടുള്ളവരുടെ ആയിട്ട് വലിയ തോതിലുള്ള പ്രചരണം നടത്തുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നാറുണ്ട്. പുതിയ കാലം പുതിയ കൊട്ടാരക്കര എന്ന് പറയുന്നത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, മനസാക്ഷി വേണമെന്നുള്ളതുകൊണ്ട് പറയുകയാണ്. അത് പുതിയ കാലം പുതിയ കൊട്ടാരക്കരയിൽ എല്ലാം കയറി വരുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അതൊക്കെ അന്ന് ഇതൊക്കെ ഉയർന്നു വരേണ്ട 5 കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 5 കൊല്ലം കൊണ്ട് എന്ത് വന്നു എന്ന് കാണിച്ചിട്ടുണ്ട്. ടൂറിസം പദ്ധതി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. ഒന്ന് ഇരിക്കാൻ ഒരു സ്ഥലമില്ല. ഈ കൊട്ടാരക്കരക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. അതാണ് ഇന്ന് മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 1.5 കോടി രൂപ അനുവദിച്ചാണ് ഇപ്പൊ വന്നേക്കുന്നത്. അതിന്റെ പ്രോഗ്രസ് ഒന്നും പിന്നെ വന്നിട്ടില്ല. തുടർച്ച കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പൂർത്തീകരിച്ച് അന്ന് ഉദ്ഘാടനം ചെയ്ത് ഇപ്പൊ കാണുന്നതെല്ലാം അന്ന് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ അത് പക്ഷെ പുതിയ കാലം പുതിയ കൊട്ടാരക്കരയിലും പുതിയ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ എല്ലാ രേഖകളും ഉള്ളതാണ്. എല്ലാം കൂടി പറയണമെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ എടുക്കും. അങ്ങനെ ഈ 3 ടേണായിട്ട് 5 മിനിറ്റ് പാഴാക്കാതെ മാക്സിമം കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള പഞ്ചായത്തുകളിൽ ഓരോയിടത്തും പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ചെയ്തു തീർത്തു. ഇനി ഈ ഉള്ള 5 വർഷം 2021 ഞാൻ പുതിയ സ്ഥാനാർത്ഥി വന്നു. എനിക്ക് വോട്ട് ചെയ്യണം എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. അങ്ങനെ സ്ഥാനാർത്ഥിയോടൊപ്പം മുഴുവൻ സ്ഥലങ്ങളിൽ പോയി. അദ്ദേഹം മന്ത്രിയൊക്കെ ആയിട്ട് വന്നു. അതിന്റെ എല്ലാ ഹെൽപ്പുകളും നമ്മൾ വേണ്ട പോലെ ചെയ്തു കൊടുത്തു. പക്ഷെ എനിക്ക് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒരു റോൾ ഉണ്ടായില്ല എന്നുള്ളൊരു സത്യമാണ്. അത് എല്ലാം ഇപ്പൊ പോകുന്നുണ്ട്. ഇപ്പൊ അന്ന് ഈ ചെയ്തു കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് രേഖകൾ പരിശോധിക്കാൻ നെറ്റിനകത്തെല്ലാം ഉള്ളതാണ്. ഏത് പദ്ധതികൾ വന്നാലും അത് നമ്മുടെ മണ്ഡലത്തിലേക്ക്, ഈ കൊട്ടാരക്കര മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരമാവധി പരിശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്.